വീണ്ടും മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ജയിലിൽ കൊല്ലപ്പെട്ടെന്ന അഭ്യൂഹം. സാമൂഹ്യ മാധ്യമങ്ങളിലാണ് ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടതായ വാർത്തകൾ പ്രചരിക്കുന്നത്. ഇമ്രാൻഖാനെ കാണാൻ റാവൽപിണ്ടിയിലെ അഡിലിയ ജയിലിന് സമീപം ഒരു മാസമായി തുടരുന്ന സഹോദരിമാർക്ക് അനുമതി നിഷേധിച്ചതാണ് ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടെന്ന വാർത്തകൾക്ക് ആധാരം. സഹോദരനെ കാണണമെന്നാവശ്യപ്പെട്ട തങ്ങളെ പോലീസ് ആക്രമിച്ചതായി സഹോദരിമാർ ആരോപിച്ചു. നെരീൻ ഖാൻ, അലീമ ഖാൻ, ഉസ്മ ഖാൻ എന്നിവരാണ് അഡിലിയ ജയിലിനു പുറത്ത് തുടരുന്നത്. പാക് പട്ടാള മേധാവി അസീം മുനീറും ചാരസംഘടന ISAയും ചേർന്ന് ഇമ്രാനെ കൊലപ്പെടുത്തിയെന്നാണ് വാർത്ത പ്രചരിക്കുന്നത്. അഴിമതി കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട ഇമ്രാൻഖാൻ 2023 ഓഗസ്റ്റ് മുതൽ ജയിലിലാണ്. സാമൂഹ്യ മാധ്യമങ്ങളിൽ പരക്കുന്ന ഒരു അഭ്യൂഹ വാർത്തയാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ജയിലിൽ കൊല്ലപ്പെട്ടെന്ന അഭ്യൂഹ വാർത്തകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ അടക്കം ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. സഹോദരിമാർ പറഞ്ഞ വാക്കിന്റെ ആധാരത്തിലാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ഈ വാർത്തകൾ ഇപ്പോൾ പ്രചരിക്കുന്നത്. ഇമ്രാൻഖാനെ കാണാൻ റാവൽപിണ്ടിയിലെ ജയിലിന് സമീപം ഒരു മാസമായി തുടരുന്ന സഹോദരിമാർക്ക് അനുമതി നിഷേധിച്ചാണ് ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടെന്ന വാർത്തകൾക്ക് ആധാരമെന്നുകൂടി പറയുന്നുണ്ട്. സഹോദരിനെ കാണണമെന്ന് ആവശ്യപ്പെട്ട് പോലീസിനോട് സഹോദരിമാർ പറഞ്ഞിരുന്നു. പക്ഷേ തങ്ങളെ പോലീസുകാർ ആക്രമിച്ചു എന്നൊരു ആരോപണം കൂടി ഇപ്പോൾ എന്തായാലും സഹോദരിമാർ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. പാക് പട്ടാള മേധാവി അസീം മുനീറും ചാരസംഘടന ISAയും ചേർന്ന് ഇമ്രാനെ കൊലപ്പെടുത്തിയെന്ന വാർത്തകൾ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം പ്രചരിക്കുന്നുണ്ട്. അഴിമതി കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട പാകിസ്ഥാന്റെ മുൻ പ്രധാനമന്ത്രിയായ ഇമ്രാൻഖാനെ പറ്റിയുള്ള വാർത്തകളാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്.